പ്രിയ കുട്ടികളെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലെ യൂണിറ്റ് 3 പാഠം 14 സ്ലീബ പ്രഭാത നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മനപ്പാഠ വാക്യം 63-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. ഞാനത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഈ വാക്യത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ സാധാരണ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചേ. നിങ്ങൾ എപ്പോഴാണ് പള്ളിയിൽ പോകുന്നത്? ചിന്തിച്ചു കഴിയുമ്പോൾ ചിലർ പ്രഭാത നമസ്കാരത്തിന് മുമ്പായിട്ട് പള്ളിയിൽ എത്തിച്ചേരും, ചിലർ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് പള്ളിയിൽ എത്തിച്ചേരും. സാധാരണ വിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സഭ നിഷ്കർഷിക്കുന്നത് ആരാധന പൂർണ്ണമാകണമെങ്കിൽ പ്രഭാത നമസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ പള്ളിയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. നാം 2 വിഭാഗം നമസ്കാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ക്യംത നമസ്കാരം, 2 സ്ലീബ നമസ്കാരം. സ്ലീബ നമസ്കാരം നാം ചൊല്ലുവാൻ തുടങ്ങുന്നത് സ്ലീബ പെരുന്നാൾ മുതലാണ്. ക്യംത നമസ്കാരം നാം ചൊല്ലുവാൻ തുടങ്ങുന്നത് ഉയർപ്പ് പെരുന്നാൾ മുതലാണ്. ഈ ക്യംത നമസ്കാരത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളുമാണ് കേന്ദ്ര വിഷയമാക്കി ധ്യാനിക്കുന്നത്. എന്നാൽ സ്ലീബ നമസ്കാരത്തിൽ ദൈവമാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം കൂടുതൽ ധ്യാനിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ 3 യാമപ്രാർത്ഥനകളാണ് നടത്തപ്പെടുന്നത്. ഒന്ന് പ്രഭാത നമസ്കാരം, 3-ാം മണി നമസ്കാരം, മധ്യാഹ്ന നമസ്കാരം. അപ്പോൾ രാത്രി നമസ്കാരം നമ്മൾ ഭവനങ്ങളിൽ വെച്ച് നടത്തിയതിന് ശേഷമേ ആരാധനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദേവാലയത്തിലേക്ക് പോകാവൂ എന്ന് സാരം. നമ്മുടെ ഈ പ്രഭാത നമസ്കാരത്തിലെ ചില ഗീതങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഞാൻ ഒരു ഗീതം ചൊല്ലാം. നമ്മുടെ എല്ലാ ഗീതങ്ങളുടെ അർത്ഥം നമുക്ക്, അല്ലെങ്കിൽ ഗീതങ്ങളോ അർത്ഥങ്ങളോ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചില ഗീതങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എന്താണെന്ന് നമുക്ക് ചുരുക്കമായിട്ട് ലഘുവായിട്ട് നോക്കാം. 1-ാമത്തെ ഗീതം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാണ് വഴിഗമനം കാക്ഷിപ്പോനത്യുത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. നല്ല ഗീതമാണ്. നമ്മളെല്ലാം പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുന്ന. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയേ. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാണ് ആ വഴി കാക്ഷിപ്പോൻ. കണ്ടോ, ഗമനം, ആ വഴി ഗമനം കാക്ഷിപ്പോൻ. രാജ്യത്തിൻ വാതിൽ ചെറിയതും മാർഗം വീതി കുറഞ്ഞതുമാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു. അതിൻ്റെ 3-ാമത്തെ ലൈൻ നോക്കി. ആ വഴി ഗമനം കാക്ഷിപ്പോൻ അത്യുത്സാഹം അവശ്യം താൻ. ആ വഴിയിൽ യാത്ര ചെയ്യുന്നവർക്ക് അത്യുത്സാഹം ആവശ്യമാണ്. അടുത്ത ലൈൻ നോക്കി. അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി. കണ്ടോ, അലസത അല്പം പോലും ഉണ്ടാകാൻ പാടില്ല. അല്പമെങ്കിലും അലസത ബാധിച്ചാൽ എന്നാ സംഭവിക്കും? മോശമായ വഴികളിലേക്ക് വശീകരിക്കപ്പെടുന്നു. അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത്? സ്വാത്മത്തെ
സ്വയമേ നിഹനിക്കും. അങ്ങനെ മോശമായ വഴികളിലേക്ക് വശീകരിക്കപ്പെടുകയും സ്വന്തം ആത്മാവിനെ സ്വയമേ നശിപ്പിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പം ഒരു ക്രിസ്ത്യാനി തെറ്റ് ചെയ്യാതെ എപ്പോഴും ജാഗരൂകരായി ഇരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അലസത എന്ന് പറയുന്നത് മരണകരമായ 7 പാപങ്ങളിൽ ഒന്നാണെന്ന് നമുക്കറിയാം. ഓർത്തഡോക്സ് ആരാധനയുടെ ഒരു പ്രത്യേകത ആണ് ഈ ഗീതത്തിൽ വെളിപ്പെടുന്നത്. അതായത് വേദപുസ്തകം പഠിക്കുവാനും വിശ്വാസം പഠിക്കുവാനും സന്മാർഗബോധം നൽകുവാനും ആരാധന തന്നെയാണ് മുഖ്യ മുഖാന്തരം എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ചിന്ത. എന്തൊക്കെയാണ്? വേദപുസ്തകം പഠിക്കുക, വിശ്വാസം പഠിക്കുക, സന്മാർഗബോധം നൽകുക. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആരാധനയിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ഓർത്തഡോക്സ് ചിന്ത. അപ്പോൾ ഒന്നാമത്തെ ഗീതവും അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഈ രണ്ടാമത്തെ ഗീതം ഞാനത് ചൊല്ലാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഋജുമതികൾക്കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ, കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയെന്നീ. ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിന്മീതെ വാനിടമോ നവരം നീരിന്നാധാരം. നിമിഷമുയർന്നൊരു മണവറയാമോയാറായതമായി മധ്യേ സ്തുത്യം സൃഷ്ടിവിധാനം തേ. എന്തൊരു മനോഹരമായൊരു ഗീതമാണെന്ന് നോക്കി. ഋജുമതികൾക്കിരുളിൽ, ഋജുമതി എന്ന് പറഞ്ഞാൽ നേർബുദ്ധിയുള്ളവർക്ക് ഇരുളിൽ പ്രകാശമുദിച്ചു. കർത്താവേ, പ്രകാശം വരികയും ഇരുള് മാറുകയും ചെയ്തിരിക്കുന്ന ഈ പ്രഭാതത്തിൽ, പ്രഭാത നമസ്കാരം, പ്രകാശം വരികയും ഇരുള് മാറുകയും ചെയ്തിരിക്കുന്ന ഈ പ്രഭാതത്തിൽ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതായ ആകാശവും ഭൂമിയുമാകുന്ന സോദരിമാർ നിന്നെ നമസ്കരിക്കുന്നു. ഇവിടെ സോദരിമാരായിട്ട് ആകാശത്തെയും ഭൂമിയും വർണ്ണിച്ചിരിക്കുക ഇവിടെ ചെയ്യുന്നത് കണ്ടോ. കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയെന്നീ. ദ്രുതമുണ്ടായൊരു സോദരിമാർ, പെട്ടെന്നുണ്ടായൊരു സോദരിമാർ നീരിന്മീതെ വാനിടമൊന്നപരം നീരിന്നാധാരം. കണ്ടോ, അവിടെ പെട്ടെന്നുണ്ടായതാ. ഇരുള് പ്രകാശം പരക്കുകയും ഇരുൾ നീങ്ങുകയും ചെയ്തപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പ്രഭാതത്തിൽ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതായ ആകാശവും ഭൂമിയുമാകുന്ന സഹോദരിമാർ നിന്നെ നമസ്കരിക്കും. ഈ പ്രഭാതത്തിൽ ആകാശവും ഭൂമിയുമാകുന്ന സഹോദരിമാർ നിന്നെ നമസ്കരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കാൻ നോക്കി സൃഷ്ടി ഭാഗമായി കൂടെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ആകാശവും ഭൂമിയും ആകുന്ന സഹോദരിമാർ നിന്നെ ഈ പ്രഭാതത്തിൽ നമസ്കരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഈ കാര്യം വർണ്ണിച്ചിരിക്കുന്നത് നോക്കി. അവർ സഹോദരിമാരായിട്ട് പേഴ്സോണിഫൈ ചെയ്തിരിക്കുക. പിന്നെയും പറയാണ്, ആകാശം എവിടെ നിൽക്കുന്നു? ആകാശം വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നു, ഭൂമി വെള്ളത്തെ വഹിച്ചു നിൽക്കുന്നു. ഇതിനിടയിൽ ഒരു വിധാനമുണ്ടായിട്ടുണ്ട്. ഒരു വായുമണ്ഡലമാകുന്ന മനോഹരമായ ഭവനം ഉണ്ടാകുന്നു. ഉണ്ടോ? ആകാശവും ഭൂമി ഇങ്ങനെ, ആകാശം വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നു, ഭൂമി വെള്ളത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതിനിടയിൽ വായുമണ്ഡലമാകുന്ന ഭവനം, മനോഹര ഭവനം ഉണ്ടായി വന്നു. അതാ പറയുന്നത്, നിമിഷമുയർന്നൊരു മണവറ. ആകാശവും ഭൂമിയും ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനിടയിൽ നിമിഷമായിട്ട് ഉയർന്നു വന്ന ഒരു മണവറ, മനോഹര ഭവനം. മണവറ യാമോയാറായതമായി മധ്യേ സ്തുത്യം സൃഷ്ടിവിധാനന്തേ. എത്ര മനോഹരമായിട്ട് കണ്ടോ. സ്തുത്യം സൃഷ്ടിവിധാനന്തേ. ദൈവമേ, നിന്റെ സൃഷ്ടിയുടെ സംവിധാനം എത്ര സ്തുത്യമാണ്.
എത്ര സ്തുതിക്കത്തക്കതാണ്. നമുക്ക് ആ ഗീതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഈ ചൊല്ലുമ്പോൾ നമ്മൾ പുളകിതരാകുക ചെയ്യുന്നു. അത്രമാത്രം അർത്ഥവത്തായ ഒരു ഗീത. നമ്മുടെ ഓർത്തഡോക്സ് സംബന്ധിച്ച് പരിസ്ഥിതിക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട് ആരാധനയിലുമൊക്കെ. ഈ പ്രകൃതിയെക്കുറിച്ച് ആരാധകരെ ചിന്തിപ്പിക്കുന്ന ഒരു ആരാധനാ ഗീതമാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. നിങ്ങൾക്കതിൻ്റെ അർത്ഥവും ആ ഗീതവും അർത്ഥവും എല്ലാം മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ഗീതം ഞാൻ ഒന്ന് ചൊല്ലാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീനേവം പാഷാണ്ഡർക്ക് എതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു. കുഞ്ഞാടിനെ വൃക്ഷം നൽകി തിക്കൽപ്പാറജലം നൽകി എസ്തീറാ മത്സ്യവുമേകി കന്യാക്ഷേപകരെ മൂന്നും പരിഹാസത്തോടു വീക്ഷിച്ചു. ഒന്നുകൂടെ ചെല്ലാം, അർത്ഥം നിങ്ങളുടെ മനസ്സിൽ ഗ്രഹിച്ചു നോക്കുക. അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീനേവം പാഷാണ്ഡർക്കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു. കുഞ്ഞാടിനെ വൃക്ഷം നൽകി തീക്കൽപ്പാറജലം നൽകി എസ്തീറാ മത്സ്യവുമേകി കന്യാക്ഷേപകരെ മൂന്നും പരിഹാസത്തോടു വീക്ഷിച്ചു എന്നല്ല, വീക്ഷിപ്പു. ഇത് സ്ലീബാ നമസ്കാരത്തിലെ, പ്രഭാതത്തിലെ സ്ലീബാ നമസ്കാരത്തിലെ 3-ാം മണി നമസ്കാരത്തിലെ ഒരു ഗീതമാണ്. സ്ലീബാ 3-ാം മണി. നമ്മൾ ഈ ആമപ്രാർത്ഥനകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാതിരാത്രി, പ്രഭാത നമസ്കാരം, 3-ാം മണി നമസ്കാരം, 6-ാം മണി നമസ്കാരം, 9-ാം മണി നമസ്കാരം, സന്ധ്യ നമസ്കാരം, സൂത്താറ നമസ്കാരം. 7 യാമപ്രാർത്ഥനകൾ. അതിൽ 3-ാം മണിയുടെ പ്രഭാതത്തിലെ 3-ാം മണി, പ്രഭാതത്തിലെ 3-ാം മണിയിലെ 3-ാം മണി പ്രഭാതം തന്നെ 3-ാം മണി നമസ്കാരത്തിലെ ഒരു ഗീതമാണ് ഈ ഗീതം. ഈ ഗീതം പരിശുദ്ധ ദൈവമാതാവിൻ്റെ കന്യകത്വത്തെ ചോദ്യം ചെയ്യുന്നവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ദ വെർജിനിറ്റി ഓഫ് സെയിൻറ്റ് മേരി, ദൈവമാതാവിൻ്റെ കന്യകത്വത്തെ ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ പല ക്രിസ്തീയ സഭാവിഭാഗങ്ങളുമൊക്കെ ഈ ദൈവമാതാവിൻ്റെ കന്യകത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ക്ലാസ്സുകളും പ്രചരണങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. അതിനൊരു മറുപടി ഈ ഗീതത്തിനകത്തുണ്ട്. 3 കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അത്ഭുത ഫലം നൽകിയ വൃക്ഷം, കുഞ്ഞാടിനെ വൃക്ഷം നൽകി. ഇത് വേദപുസ്തകത്തിൽ എവിടെയാണ് കിടക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഈ ഭാഗം കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, വെള്ളം നൽകിയ തീക്കൽപ്പാറ ജലം നൽകി. പുറപ്പാട് പുസ്തകം 17-6. മൂന്നാമത്തെ കാര്യം, വായിൽ എസ്തീറ വഹിച്ച മത്സ്യം, എസ്തീറ മത്സ്യവുമേകി. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യം. 3 അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 3 സംഗതികളാണ്. ഒന്ന് എന്താണ്? കുഞ്ഞാടിനെ വൃക്ഷം നൽകി, തീക്കൽപ്പാറ ജലം നൽകി, എസ്തീറ മത്സ്യം നൽകി. ഇതെന്താണ് ഇതിൻ്റെ ബൈബിളിലെ സാഹചര്യം? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബൈബിളിൽ പല ഭാഗങ്ങളായിട്ട് കിടക്കുന്ന 3 അത്ഭുതങ്ങളായിരുന്നു. ഒന്നാമതായിട്ട് ഇസഹാക്കിനെ നമുക്കറിയാം, അബ്രഹാം ബലി കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് അബ്രഹാം ഇസഹാക്കിനെ ബലി അർപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാമിന് ദൈവം, യഹോവയായ ദൈവം വിലക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് തൊട്ടടുത്ത് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ അവിടെ അബ്രഹാം കാണുന്നു. ഈ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞാടിനെ കാണുകയും ആ കുഞ്ഞാടിനെ കൊണ്ടുപോയി ബലി അർപ്പിക്കുകയും ചെയ്യുന്നു.
അതാണ് കുഞ്ഞാടിനെ വൃക്ഷം നൽകിയ സംഭവം. അതായത് കുഞ്ഞാടിനെ വൃക്ഷം നൽകി. കണ്ടോ, ഒരു അത്ഭുതമാണ്. ആ സമയത്ത് ഒരു ബലിമൃഗത്തെ അവിടെ ദൈവം കാണിച്ചു കൊടുക്കുന്നതായിട്ട് കാണും. രണ്ടാമതായിട്ട് നോക്കി, തീക്കൽ പാറജലം നൽകി. ഈ സംഭവം ഇവിടെ കിടക്കുന്നത് പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൻ്റെ. നിങ്ങൾക്കറിയാം, 430 വർഷത്തെ അടിമത്വ ജീവിതത്തിന് ശേഷം ഇസ്രായേൽക്കാര് ദൈവം മോചിപ്പിച്ചു. മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലേക്കുള്ള യാത്ര, കനാൻ ദേശത്തേക്കുള്ള യാത്ര നടത്തപ്പെടുന്ന സമയത്ത് അവർ ദാഹിച്ച് വലയുക. അവർക്ക് വെള്ളം കുടിക്കാനില്ല. മരുഭൂമിയാണെന്ന് ഓർക്കണം, വെള്ളം കുടിക്കാനില്ല. അങ്ങനെ ദാഹിച്ച് വലഞ്ഞ ഇസ്രായേൽക്കാർ ദൈവത്തോട് മോശ അപേക്ഷിക്കുകയും യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ചുട്ടുപഴുത്ത, അതാണ് തീക്കൽ പാറ എന്ന് പറയുന്നത്, ചുട്ടുപഴുത്ത പാറയെ അടിച്ച് വെള്ളം നൽകിയത്. ആ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. മെരീബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വേദപുസ്തകം വായിക്കും പറയും, തീക്കൽ പാറജലം നൽകി. പാറയിൽ വടികൊണ്ട് മോശ അടിച്ചപ്പോൾ വെള്ളം പ്രവഹിച്ചു. അവർക്ക് ഇഷ്ടംപോലെ കുടിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും വെള്ളം ലഭിച്ചു. ദൈവം അവർക്ക് വെള്ളം നൽകി. ഒരു അത്ഭുതമാണ്. മൂന്നാമതായിട്ട് റോമ കൈസറുടെ എസ്തീറ മത്സ്യവുമേകി. റോമ കൈസറുടെ ആളുകൾ ചുങ്കം പിരിക്കാൻ വന്നപ്പോൾ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പത്രോസ് കടലിൽ ചെന്ന് ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും ഒരു എസ്തീറ ലഭിച്ചു. എസ്തീറ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു നാണയമാണ്. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പത്രോസ് കടലിൽ ചെന്ന് ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ഒരു എസ്തീറ, അന്നത്തെ ഒരു നാണയം ലഭിച്ചു. ഈ നാണയം ഉപയോഗിച്ച് കർത്താവും യേശുവും പത്രോസും ചുങ്കം കൊടുത്തു എന്നാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അതാണ് എസ്തീറ നൽകിയ മത്സ്യം. എസ്തീറ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ലഭിക്കുകയത്. അപ്പം മറിയാമിൻ്റെ കന്യകത്വത്തെ നിഷേധിക്കുന്നവരുടെ വാദങ്ങൾ നിഷ്പ്രഭമാക്കുന്ന അത്ഭുത സംഭവങ്ങളാണ് ഇത് മൂന്നും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പാഠപുസ്തകങ്ങളെടുത്ത് ശരിയായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ബൈബിളിലെ റെഫറൻസ് വായിക്കുകയും നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. നമ്മുടെ വാർഷിക പരീക്ഷ ഓൺലൈനിൽ നടത്തുമെന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളതെല്ലാവരും വായിക്കണം. നമ്മുടെ OSAയുടെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു സർക്കുലറാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ വായിക്കണം. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.